ഹായ് ഗേസ്, ഇന്ന് തിരൂർ തണൽമരം ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്കുള്ള സ്നേഹാദരവ് അതിൻ്റെ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, ഒരുപാട് ആളുകൾ, അമ്മമാരും കുട്ടികളും. തിരൂർ കൺവെൻഷൻ സെൻ്ററിലായിരുന്നു ഈ ഒരു ഭിന്നശേഷി സൗഹൃദ സംഗമം സ്നേഹാദരവ് നടന്നത്. ഭിന്നശേഷിയായ മക്കളെ ചേർത്ത് പിടിക്കലും അവരുടെ അമ്മമാരെ ആദരിക്കുകയും ഈ മക്കൾ കാരണം അമ്മമാർക്ക് ഇത്തരൊരു വേദി അവസരം കിട്ടിയെന്നാണ് അമ്മമാരുടെ സ്നേഹം പതിഞ്ഞൊരു വാക്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആദ്യമായിട്ടാണ് അമ്മമാർക്ക് ഇത്രയൊരു വേദി കിട്ടിയെന്നും പല അമ്മമാരും പറയുകയുണ്ടായിരുന്നു. അവരുടെ സന്തോഷവും സങ്കടവും നന്ദിയും എല്ലാം ഈ ഒരു വേദിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അർപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രമുഖ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും നടന്നു. തണൽമരം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മഹാസംഗമം പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും നടന്നു. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ പ്രമുഖ ഭാരവാഹികളും കൂട്ടായ്മ പ്രവർത്തകരും ഇതിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെച്ചൊരു സംഘടന കൂടിയാണ് തണൽമരം ഫൗണ്ടേഷൻ. ഇനിയും തണൽമരം ഫൗണ്ടേഷൻ വലിയൊരു മരമായിട്ട് വിരിഞ്ഞ് ലോകം മുഴുവനും സ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. പാലക്കാട് നിന്നാണ്, അതുപോലെ തന്നെ മാവാക്ക, വളാഞ്ചേരി, അങ്ങനെ അടങ്ങുന്ന ഒരുപാട് ഞങ്ങളെ പേരുണ്ട്. മഹമൂദിയ പത്രമാധ്യമ പ്രവർത്തിക്ക് മഹമൂദിയ, ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് ആളുകൾ സംസാരിച്ച് ഏതായാലും സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും വേദിയിലും സദസ്സിലും സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട ഭിന്നശേഷി മക്കൾ, അമ്മമാർ, ഈ തണൽമരം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2.5 വർഷമായിട്ടുണ്ട് ഞാൻ ഈ ഒരു തണൽമരം ഫൗണ്ടേഷനിൽ. ഒരുപാട് ജീവകാരുണ്യ മേഖലയിൽ ഒരു 10% നെഗറ്റീവാണെങ്കിലും 100% പോസിറ്റീവ് ഇതിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു തണൽമരം ഫൗണ്ടേഷൻ എന്ന ഈ ഒരു കൂട്ടായ്മ ഏറ്റെടുത്തത്. ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്നൊരു കൂട്ടായ്മയാണ്. ഒരുപാട് സഹായങ്ങളായിട്ടും ഇതിലുള്ള അംഗങ്ങൾ തന്നെ പലവിധ സഹായങ്ങളും പലവിധ എല്ലാ സഹായ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ തണലേകുന്ന കൈകൾ എപ്പോഴും തളരാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൻ്റെ ചെയർമാൻ മുസ്തഫ താനൂർ അവർക്ക് സർവശക്തൻ ദീർഘായുസ്സും ആഫിയത്തും ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും കൂടെ നിന്നവർക്കും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.